ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ UK ഡ്രൈവിംഗ് ലൈസൻസിൽ അഡ്രസ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. സാധാരണ നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ എക്സാമിനർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊവിഷണൽ ലൈസൻസ് കളക്ട് ചെയ്തിട്ട് അവർ തന്നെ ഇത് DBLലേക്ക് സെൻഡ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് വഴി ഡ്രൈവിംഗ് ലൈസൻസ് എത്താറാണ് പതിവ്. പക്ഷേ എങ്കിൽ നമ്മളുടെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസിലെ അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ എക്സാമിനർ നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കളക്ട് ചെയ്യത്തില്ല, പ്രൊഫഷണൽ കളക്ട് ചെയ്യത്തില്ല. അവർ പറയും നമ്മൾ തന്നെ അപ്ലൈ ചെയ്യാൻ. ആ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഈ പറയാൻ പോകുന്നത്. നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ എക്സാമിനർ നമുക്ക് അന്നേരം തന്നെ ഒരു പാസ് സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ ഈ പാസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ്, അതുപോലെ തന്നെ ഒരു D1 ഫോം ഉണ്ട്. ആ D1 ഫോം നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കിട്ടുന്നത്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ D1 ഫോം കളക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾക്ക് പൂരിപ്പിക്കാനുള്ളത് നമ്പർ 1ഉം 2ഉം ആണ് പൂരിപ്പിക്കാനുള്ളത്. ഒന്നിനകത്ത് നമ്മൾ എന്തിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നുള്ളത്, ചേഞ്ച് ഓഫ് അഡ്രസ്സിൻ്റെ അവിടെ ഇൻറ്റു മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ 2ൽ നമ്മളുടെ പ്രീവിയസ് അഡ്രസ്സ്, അതുപോലെ തന്നെ പുതിയ അഡ്രസ്സ്, അതെല്ലാം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് പേജിൽ അടിയിലായിട്ട് നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കുക. അങ്ങനെ ഈ പ്രൊവിഷണൽ ലൈസൻസും D1 ഫോമും പാസ് സർട്ടിഫിക്കറ്റും കൂടെ DBLA സ്വാൻസിക്ക് അയച്ചു കൊടുക്കുക. ഒരു സ്പെഷ്യൽ ഡെലിവറി ആയിട്ട് അയക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ലൈസൻസ് തിരിച്ചു കിട്ടും. അഥവാ നമുക്ക് ഒറിജിനൽ ലൈസൻസ് ഉണ്ട്, ജസ്റ്റ് അഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ D1 ഫോം മാത്രം ഫില്ല് ചെയ്ത് സ്വാൻസി DBLലേക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.